ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുന്ന സമയം വളരെ പ്രത്യേകമായി ഈശോയുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. നമ്മുടെ സ്വഭാവത്തിൽ എത്രത്തോളം മാറ്റം നമ്മൾ വരുത്തേണ്ടിയിരിക്കുന്നു, മറ്റുള്ളവരിലല്ല, എൻ്റെ സ്വഭാവത്തിൽ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കുക, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം മറ്റുള്ളവരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. അതനുസരിച്ച് നമ്മൾ ആലോചനകൾ നടത്തുന്നു, നമ്മുടെ പ്രവൃത്തിയും അപ്രകാരമാവുന്നു. എന്നാൽ ഈശോ പറയുന്നത്, മറ്റുള്ളവരെ നോക്കി നീ കുറ്റപ്പെടുത്തേണ്ട, മറിച്ച് നിന്റെ സ്വഭാവ രീതികളെ നീ അംഗീകരിക്കുക, നിന്റെ കുറവിനെ നീ അംഗീകരിക്കുക, ഞാൻ എന്നെ തന്നെ അംഗീകരിക്കണം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സൗഖ്യ അനുഭവമാണ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ അംഗീകരിക്കുക, നമ്മുടെ കുറവുകളെ നമ്മൾ അംഗീകരിക്കുക. എനിക്ക് ഇങ്ങനെയൊക്കെ സ്വഭാവ രീതികളുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ വീട്ടിൽ തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടോ? ഒരല്പം ആത്മസംയമനം പാലിച്ചിരുന്നെങ്കിൽ എന്തോരം ശാന്തത നമ്മുടെ വീട്ടിലുണ്ടാകുമായിരുന്നു. നമ്മൾ പറയുന്ന വാക്കുകൾ എത്രയോ ആഴത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു, അവരെ സങ്കടപ്പെടുത്തുന്നുവെന്ന് അറിയുന്നുണ്ടോ? തമാശയ്ക്കും കളിയാക്കിയോ ഒക്കെ പറയുന്നതാവാം, എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കാണ് അത് ആഴത്തിൽ ചെല്ലുന്നത്. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാത്തത് കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്നു. യേശുവേ, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനുള്ള കൃപ വേണം. പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, പരിശുദ്ധാത്മാവേ, എൻ്റെ സ്വഭാവ രീതികൾ ഇങ്ങനെയാണ്, എനിക്ക് ആത്മനിയന്ത്രണത്തിൻ്റെ കൃപ വേണം. ആഗ്രഹിക്കണം. മറ്റുള്ളവരാണ് നമ്മുടെ തകർച്ചയ്ക്കും പരാജയത്തിനും സങ്കടത്തിനും കാരണമെന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ കുറവുകളെ നമ്മൾ മറച്ചു വയ്ക്കുകയല്ലേ ചെയ്യുന്നത്. യേശുവേ, എൻ്റെ കുറവുകൾ കൊണ്ടാണ് എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ, എൻ്റെ കുറവുകൾ കൊണ്ടാണ് എനിക്കിന്ന് സ്വസ്ഥതയില്ലാത്തത്, എൻ്റെ കുറവുകൾ കൊണ്ടാണ് എൻ്റെ ഇടവകയിലെ പ്രശ്നങ്ങൾ, എൻ്റെ കമ്മ്യൂണിറ്റിയിലെ കുടുംബ കൂട്ടായ്മയിലെ പ്രശ്നങ്ങൾ എൻ്റെ കുറവാണ്. മറ്റുള്ളവരുടെ കുറവുകളെ നോക്കി പർവ്വതീകരിക്കുന്ന, അതാണ് വലുതെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന നമ്മുടെ സ്വഭാവ രീതികളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, 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 എനിക്ക് ശക്തി വേണം. എനിക്ക് എൻ്റെ സ്വഭാവ രീതികളെ തിരിച്ചറിയാനുള്ള ശക്തി വേണം. കർത്താവേ, ഞാൻ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ സ്വഭാവത്തിലെ അനേക കുറവുകളെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി നൽകുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ സ്വഭാവത്തിലെ അനേക കുറവുകൾ വെളിപ്പെടുത്തി നൽകുകയാണ്. അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏത് കുറവാണോ ആ കുറവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. ഒരുപക്ഷെ ഭയത്തിൻ്റെ മേഖലയുണ്ടാവും. സ്വയം അംഗീകരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഉള്ളിലുള്ള ഭയം, അത് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പലതരത്തിൽ എനിക്ക് ഭയമില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ഒരു വികാരത്തെ മറ്റൊരു വികാരം കൊണ്ട് മൂടി വയ്ക്കരുത്. അപകർഷതാബോധം, സ്വയം ആയിരിക്കുന്ന അവസ്ഥ അംഗീകരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് എന്തു പറ്റുന്നു? നമ്മൾ പലതും വെച്ചുകെട്ടുന്നു. ഞാൻ മറ്റുള്ളവരെക്കാൾ കേമനാണ്, കേമിയാണെന്ന് കാണിക്കാൻ നമ്മൾ പലതും വെച്ചുകെട്ടും. നമ്മുടെ ജീവിതത്തിൽ അത് ഭയങ്കര പരാജയമായിട്ട് നിൽക്കും. യേശുവേ, എനിക്ക് എന്നെ തന്നെ അംഗീകരിക്കാനുള്ള കൃപ. അമിതമായ ദേഷ്യം, അമിതമായ ദേഷ്യം, അത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്, അത് അങ്ങനെ കിട്ടിയതാണ്, ഇങ്ങനെ കിട്ടിയതാണെന്നും പറഞ്ഞ് നമ്മൾ അത് കൊണ്ടു നടക്കാതെ ആ കുറവിനെ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുക. യേശുവേ, എനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എപ്പോഴും ഏകാന്തത, ആരും എനിക്കില്ല. കുടുംബത്തിലുള്ള എല്ലാവരും സ്നേഹിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു ചിന്ത,
എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എന്നെ ആരും പരിഗണിക്കുന്നില്ല, എന്നെ ആർക്കും വേണ്ട, ഞാനിങ്ങനെ സഹിക്കുന്നു. എൻ്റെ സഹോദര സഹോദരി, നീ ചിന്തിച്ചു നോക്കിക്കേ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, അംഗീകരിക്കാൻ നീ എന്ത് ശ്രമിക്കുന്നുണ്ട്? നീ മറ്റുള്ളവരെ അംഗീകരിക്കാൻ, സ്നേഹിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അതില്ലാത്തത് കൊണ്ടല്ലേ നമ്മുടെ ഉള്ളിലുള്ള ഈ കുറവുകൾ നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. കുറ്റബോധം, ഏതെങ്കിലും ഒരു കഴിഞ്ഞകാല ജീവിതത്തിലെ പാപമേഖലയിൽ സംഭവിച്ച കാര്യം അതിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറ്റബോധമായിട്ട് കൊണ്ടു നടക്കുന്നു. എന്നാൽ അത് അംഗീകരിക്കാത്തത് കൊണ്ട് മറ്റുള്ളവരെ നമ്മൾ ബ്ലെയിം ചെയ്യുന്നു. ഒരുപക്ഷെ ജീവിതത്തെക്കുറിച്ച് പോലും ചത്താമതി എന്ന ചിന്ത, ആത്മഹത്യ പ്രവണത, ജീവിതത്തെ ഒരു പ്രത്യാശയോടെ കാണാൻ പറ്റുന്നില്ല, എപ്പോഴും നിരാശയും ദുഃഖവും, ചില ജഡിക പാപവാസനകൾ, ചില അടിമത്തങ്ങൾ, ലഹരിയുടെ അടിമത്തം മാത്രമല്ല, മൊബൈൽ ഫോണിന്റെ അടിമത്തം. നിനക്ക് നിന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദര സഹോദരി, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുമ്പോഴാണ് ശരിയായ നിയന്ത്രണമാവുന്നത്. നമ്മുടെ മാനുഷിക കഴിവിന് പരിമിതിയുണ്ട്, നമുക്ക് ഇത്രേ പറ്റുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ മേൽ അത്ഭുതകരമായിട്ടുള്ള കൃപയൊഴുകും, ദൈവീകമായിട്ടുള്ളൊരു നിയന്ത്രണം നമ്മുടെ മേൽ വ്യാപരിക്കും. അപകടകരമായ മേഖലകളിൽ നിന്ന്, പാപകരമായ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കും. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ മേൽ അത്ഭുതകരമായിട്ട്, പരിശുദ്ധാത്മാവേ ശക്തി വേണം, എനിക്ക് ശക്തി വേണം, പരിശുദ്ധാത്മാവേ എന്നെ ബലപ്പെടുത്തണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ സമയം നമ്മളൊന്ന് പരസ്പരം പ്രാർത്ഥിക്കുകയാണ്. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ നേരെ നിങ്ങളുടെ വലതുകരം ഉയർത്തിപ്പിടിച്ചൊന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞാൻ മറ്റുള്ളവർക്ക് സമ്മാനിച്ച എല്ലാ സങ്കടങ്ങളെയും ഭാരങ്ങളെയും സമർപ്പിച്ച് ഈ സമയത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഓ കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എൻ്റെ മേലും ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മേലും നിറയട്ടെ. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ക്ഷമിച്ചും ക്ഷമ കൊടുത്തും പ്രാർത്ഥിക്കുന്നത് മനസ്സിൽ കാണണം. ക്ഷമിച്ചും ക്ഷമ കൊടുത്തും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ ശക്തിയേകി പരിശുദ്ധാത്മാവെ നയിക്കണമേ. ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. എല്ലാവരും ആഗ്രഹിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പാടിക്കോ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. മുകൾ താരയിലേക്ക് തിരിഞ്ഞു നിൽക്കാം, തുടർന്ന് മുട്ടുകുത്താം. ഈശോയെ, ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം. ഇന്നത്തെ എൻ്റെ വീട്ടിലെ പ്രശ്നത്തിന് കാരണം ഞാനാണ്, എൻ്റെ ഇടവകയിലെ പ്രശ്നത്തിന് കാരണം ഞാനാണ്, എൻ്റെ വ്യക്തിപരമായ സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞാനാണ്. ആരെയും കുറ്റപ്പെടുത്തണ്ട. നമ്മുടെ ഉള്ളിൽ തന്നെ പല കാര്യങ്ങളും ക്രമീകരിക്കാനുണ്ടാവും. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നെ നിയന്ത്രിക്കണമേ. വലിയ ആഗ്രഹത്തോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന ആരാധന യേശുവേ, ആരാധന ആരാധന
ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. Praise the Lord.